ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ശ്രുതീസ് ഫുഡ് ലാബ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ബട്ടർ നാൻ ആണ്. അപ്പോൾ റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. അതിനായിട്ട് ഒരു ബൗളിൽ 2 കപ്പ് മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി 1/4 ടീസ്പൂൺ ഉപ്പും 1 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് തൈര്. ഇനി 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലോ ബട്ടറോ ഒഴിച്ച് നമുക്കൊന്ന് ചെറുതായിട്ട് കുഴച്ചെടുക്കാം. നമ്മളിത് ഈസ്റ്റൊന്നും ചേർക്കാതെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് വെള്ളം ഉപയോഗിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതിനി നമുക്കൊന്ന് 1/2 മണിക്കൂർ മാറ്റി വയ്ക്കാം. അരമണിക്കൂറിന് ശേഷം ഇത് നമുക്ക് ഒരു 3-4 മിനിറ്റ് കൂടി ഒന്നുകൂടി കുഴച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. കുഴച്ചെടുത്ത ശേഷം നമുക്കിത് ചെറിയ ബോൾസാക്കി ഉരുട്ടി വയ്ക്കാം. ഞാനിവിടെ 6 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഇത് പരത്തുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് മൈദ ഡസ്റ്റ് ചെയ്തിട്ടിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ബോൾ എടുത്തിട്ട് നമുക്കിങ്ങനെ പരത്തി കൊടുക്കാം. ചപ്പാത്തി പരത്തുന്ന പോലെ തന്നെ പരത്തിയെടുത്താൽ മതിയാവും. ഞാനിവിടെ കുറച്ചൊരു ഓവൽ ഷേപ്പിലാണ് പരത്തിയെടുക്കുന്നത്. ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് കറുത്ത എള്ള് കൂടി ഇങ്ങനെ വിതറി കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ മേലെ ഒന്നുകൂടെ നമ്മളൊന്ന് പരത്തി കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ചുട്ടെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനു മുന്നേ നമുക്കിതിൻ്റെ മറുവശത്ത് കുറച്ച് വെള്ളം കൊണ്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. പാനിൽ ഇതൊന്ന് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് പരത്തി വെച്ചിരിക്കുന്ന മാവൊന്ന് വെച്ച് കൊടുക്കാം. ഇതിലിങ്ങനെ നന്നായിട്ട് ബബിൾസ് വരുമ്പോൾ ഒന്നുകിൽ നമ്മൾ പാൻ നേരെ തിരിച്ചു വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ഇങ്ങനെ ഇട്ടൊന്ന് പൊള്ളിച്ചെടുക്കാം. എനിക്കിപ്പോൾ ഇതാണ് കുറച്ചുകൂടി ബെറ്ററായിട്ട് തോന്നുന്നത്. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് ബട്ടർ ഒന്ന് തേച്ച് കൊടുക്കാം. ബാക്കിയിരിക്കുന്നത് കൂടി ഇതേപോലെ തന്നെ നമുക്ക് ചുട്ടെടുക്കാം. ഇപ്പം നമ്മുടെ ബട്ടർ നാൻ എല്ലാം നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഡിഷാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. ഇനി വേറൊരു റെസിപ്പി ആയിട്ട് പിന്നെ കാണാം.